അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾക്ക് ആനുവൽ ലീവാണ്. അപ്പോൾ ഒരു 3 days ഒരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം, UK നോർത്ത് വെസ്റ്റ് പാർട്ടിലുള്ള ലേക്ക് ഡിസ്ട്രിക്റ്റ്. വളരെ ഒത്തിരിയേറെ എന്താ പറയുക, കവികൾ വർണ്ണിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ എന്താ പറയുക ജന്മനാടാണ്. അവിടെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചതും മരിച്ചതെല്ലാം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടാണ് ഈ യാത്ര. ലേക്ക് ഡിസ്ട്രിക്റ്റ് അഥവാ ലേക്ക് ലാൻഡ് അല്ലെങ്കിൽ കുംബ്രിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്രദേശം മലനിരകളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു പോപ്പുലർ ഹോളിഡേ ഡെസ്റ്റിനേഷനാണ് ഇവിടെ UK. ഇവിടുത്തെ തടാകങ്ങളും മലനിരകളും ലോകപ്രശസ്തമായത് വില്യം വേർഡ്സ്വർത്തിൻ്റെ കൃതികളിലൂടെയാണ്. ഇവിടുത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് UK സെക്കൻഡ് ലാർജസ്റ്റ് നാഷണൽ പാർക്കാണ്. വർഷം തോറും 16 മില്യൺ ടൂറിസ്റ്റുകളാണ് ഇവിടുത്തെ ഈ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് എത്തുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്, ഒരു 8-8:15 ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി അടുത്തായി. ഞങ്ങൾ ഇവിടെ കംബ്രിയ കൗണ്ടിയിലെത്തി. പെൻറിത്ത് എന്ന് പറയുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നല്ല മനോഹരമായ ഒരു ഡ്രൈവാണ്. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം ഫാമിംഗ് ആണ്. ആടുകളെയും പശുക്കളെയൊക്കെ വളർത്തുന്നത്. നമുക്ക് എപ്പോഴും റോഡിൻ്റെ 2 വശത്തായിട്ടും ഒത്തിരിയേറെ പശുക്കളെയും ഈ ചെമ്മരിയാടുകളെയൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ലെസ്റ്ററിൽ നിന്ന് നല്ലൊരു ലോങ് ഡ്രൈവ് ആയിരുന്നു ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക്. ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് കൺട്രി സൈഡിൽ കൂടെയുള്ള ഡ്രൈവ് ആയതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആണ് നമ്മളവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ട്രെയിനിൽ വഴിയായിട്ട് വരുവാണെങ്കിലും അത്രയും സമയമൊക്കെ തന്നെ എടുക്കും. ഏകദേശം ഒരു 4:30 ഞങ്ങൾ ഹോട്ടലിലെത്തി. ഹോട്ടലിരിക്കുന്നത് ഒരു വോക്കിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ മൈനിങ്ങിനൊക്കെ ഒത്തിരി പ്രശസ്തി ആർജിച്ചൊരു സ്ഥലമാണ് ഈ വോക്കിംഗ്ടൺ. ഹോട്ടലിൻ്റെ 2 വശത്തും നല്ല ഗ്രീനർ പാസ്റ്റേഴ്സ് ആണ്. ചെമ്മരിയാടുകളും പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടുത്തെ ഏകദേശം എല്ലാ ഹോട്ടലുകളും ഈ ഫാം ലാൻഡിലാണ്. ഇപ്പോൾ ഹോട്ടൽസ് ആൻഡ് B&Bs എല്ലാം നടത്തുന്നത് മെയിൻലി ഫാം അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് നമുക്ക് കാണുന്നതും ഈ ഫാം ലാൻഡിൻ്റെ റിഫ്രഷിംഗ് ആയിട്ടുള്ള കാഴ്ചയാണ്. ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ബീച്ചിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 15 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഒരു ഈവനിങ് നമുക്ക് ബീച്ചിൽ സ്പെൻഡ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളൊരു 4-4:30 ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇത് വാക്കിംഗ്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തത്. കാരണം ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ, ഇത് ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെയുള്ളതാണ്, പക്ഷേ കുറച്ച് ഔട്ടർ ഏരിയയിലാണ്. ഇവിടെ നിന്നൊരു 40 minutes ഡ്രൈവ് അല്ലെങ്കിൽ 35 minutes ഡ്രൈവ് ഉണ്ട് വിൻഡർമിയറിലേക്കൊക്കെ. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഞങ്ങളുടെ എക്സ്പ്ലോറേഷൻ ഇവിടെ അടുത്തുള്ള ഒരു ബീച്ചും വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചും എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇവിടുന്ന് റൂമൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഒക്കെയാണ്. പിന്നെ റൂമിൽ നിന്നുള്ള വ്യൂ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഫാം ലാൻഡ് നമുക്ക് കാണാൻ പറ്റും. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഒരു മറീന കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മറീനയുടെ പേര് വൈറ്റ്ഹേവൻ എന്നാണ്. അതിനടുത്ത് തന്നെ ഒരു ബീക്കൺ മ്യൂസിയം ഉണ്ട്. പക്ഷെ മ്യൂസിയം ഈ സമയമായപ്പോഴേക്കും അത് ക്ലോസ് ആയിപ്പോയി, ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ മറീന ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതലും ഈ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നടന്ന് കാണാം. ഈ വൈറ്റ്ഹേവൻ മറീന എന്ന് പറയുന്നത് കുംബ്രിയ കോസ്റ്റ് ലൈനിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു മറീനയാണ്. വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് സ്പേസുകളുണ്ട്. ഈ ബോട്ടിങ്ങിന് ഒത്തിരി ബോട്ടുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ മൈനിങ്ങിന് ഒത്തിരി പ്രശസ്തി ആർജിച്ച സ്ഥലം കൂടിയാണ് ഈ വൈറ്റ്ഹേവൻ. അപ്പോൾ നല്ലൊരു ബീച്ച്, നല്ലൊരു ഈവനിങ് ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം.
ഈ വൈറ്റ്ഹേവൻ മറീൻ എന്ന് പറയുന്നത് ഈ കുംബ്രിയന് മിനിറ്റ്സ് അവേ ഉള്ളൂ. അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഈ കൗണ്ടി ഓഫ് കുംബ്രിയയിൽ പെടുന്നതാണ്. അവിടെയാണ് ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കും ലേക്സും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 15 minutes ഡ്രൈവ് ഈ പറയുന്ന സ്ഥലത്തോട്ടുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ ബേക്കൻ മ്യൂസിയത്തിൽ പ്രാദേശികമായിട്ടുള്ള ഈ മൈനിങ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ളതും അവരുടെ ലോക്കൽ സംസ്കാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവരതിൽ കൂടുതൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് അതൊരു മോണ്യുമെൻറ്റും അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പഴയ കോസ്റ്റൽ ടൗൺ ആണ്, ജോർജിയൻ ടൈപ്പ് ഓഫ് വില്ലേജ് ആണ് ഈ വൈറ്റ്ഹേവൻ എന്ന് പറയുന്നത്. അവിടെ വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരിയേറെ പ്രൈവറ്റ് ബോട്ടുകൾ അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയായിരുന്നു. സണ്ണി ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. വളരെ വലിയ ബീച്ചാണ് ഈ വൈറ്റ്ഹേവൻ. സാൻഡി ആൻഡ് പെബിൾ മിക്സ് ആയിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ ഹൈ ടൈഡിൻ്റെ സമയത്തൊക്കെ ഇവിടെ വരെ വെള്ളം വരും. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഫങ്ഷനിങ് ഒന്നുമല്ല, പക്ഷെ അങ്ങോട്ട് നടന്നു പോകാനായിട്ടുള്ളൊരു പാത്തൊക്കെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നടന്നു പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ അവിടെ നിന്നിട്ടാണെങ്കിൽ നല്ലൊരു ബീച്ച് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മേളിൽ ഓരോ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റ്സും അതിന് ചുറ്റിങ്ങനെ കമ്പി ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. കാരണം അവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ നല്ല വിൻഡിയാണ്, നമുക്ക് എന്താ പറയുക, സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന പോലെയാണ് അവരവിടെ ആ കമ്പി കൊണ്ട് ഉള്ള ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ ബിസിയായിരുന്ന ഒരു ഹാർബറായിരുന്നു ഇത്. ഇവിടെ നിന്ന് സോൾട്ടും അതുപോലെ കോളൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവർ എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പം ഇവിടുത്തെ മൈനിങ് ഇൻഡസ്ട്രി എല്ലാം ഡെഡാണ്. അപ്പോൾ ഇപ്പോൾ ചരക്ക് എന്താ പറയുക, നീക്കമൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ഫങ്ഷനിങ് അല്ല. ഈ കോസ്റ്റൽ ലൈനിൽ വേറെയും ഒത്തിരി ബീച്ചുകൾ ഉണ്ട്. ഇതിലും വലുതായിട്ടുള്ള ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ബീച്ചുകളുണ്ട്. അത് ഇച്ചിരി ഫാർ അവേ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. വൈറ്റ്ഹേവൻ ബീച്ചിൻ്റെ സൈഡിലായിട്ട് വേറൊരു നിർമ്മിതി കൂടെയുണ്ട്, കാൻഡിൽ സ്റ്റിക്ക് ടവർ. അതിൻ്റെ ഷേപ്പ് ഈ കാൻഡിൽ സ്റ്റിക്ക് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ മോണ്യുമെൻറ്റിന് ആ ഒരു പേര് അവർ കൊടുത്തിരിക്കുന്നത്. വൈറ്റ്ഹേവൻ മറീനയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിൽക്കുന്ന ഒരു നിർമ്മിതിയാണ് കാൻഡിൽ സ്റ്റിക്ക്. ഒരു മെഴുകുതിരി പോലെയാണ് ഇതിൻ്റെ ഈ ടവർ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബീച്ചിൻ്റെ ഒരു നല്ലൊരു വ്യൂ കാണാൻ പറ്റും. മോണ്യുമെൻറ്റിന് താഴെയായിട്ട് ഒരു മൊസൈക്ക് ഫ്ലോറാണ്. അപ്പോൾ മൈനിങ് ആൻഡ് സെയിലിംഗ് ഹിസ്റ്ററിയാണ് അവർ അതിലൂടെ നരേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബീച്ചിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് ഈ കാൻഡിൽ സ്റ്റിക്ക് മോണ്യുമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിൻ്റെ ഒരു പെനോറമിക് വ്യൂ നമുക്ക് കിട്ടും. ഇനി അവിടെ നിന്നും ആ കോസ്റ്റൽ ലൈനിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു കോസ്റ്റൽ പാത്തും അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ വൈറ്റ്ഹേവൻ മറീന. അപ്പോൾ ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1729 ആദ്യമായിട്ടൊരു അണ്ടർസീ മൈൻ ഇവിടെ ഇംഗ്ലണ്ടിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. പിന്നെ അതൊരു 1931 ആയപ്പോഴേക്കും അത് ഇവിടുത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് അണ്ടർസീ മൈനായിട്ട് മാറി. മൈനിങ് ഹിസ്റ്ററിയുടെ ഒരു സ്മാരകം എന്നോണം അവരുടെ ഒരു ശില്പം അവർ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബേക്കൻ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ശില്പം അവിടെ നിലകൊള്ളുന്നുണ്ട്.
ഐറിഷ് സീയുടെ തീരത്തുള്ള ഈ ഒരു ബീച്ചിനെ അവർ കളർഫുൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ചരിത്രത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ളതും അതുപോലെ ഒത്തിരി വൈൽഡ് ലൈഫ് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതും കൊണ്ടാണ് ഇതിനെ ഒരു കളർഫുൾ കോസ്റ്റ് എന്ന് അവർ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വൈറ്റ്ഹേവൻ മറീനയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ഇന്നൊരു ലോങ് ഡേ ആയിരുന്നു. കാരണം ലെസ്റ്ററിൽ നിന്ന് ലേക്ക് ഡിസ്ട്രിക്റ്റ് വരെ നല്ലൊരു ലോങ് ഡ്രൈവ് ആയിരുന്നു. സെനിക് ഡ്രൈവ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു 3-3:30 ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ. അപ്പോൾ അതിനടുത്തുള്ള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായൊരു സ്ഥലമാണ് ഈ വൈറ്റ്ഹേവൻ മറീന എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ആഡ് ചെയ്യാം. അപ്പോൾ ഹോട്ടലിനടുത്തുള്ള ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം. അപ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ 2-3 ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.